ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് CA ഫൗണ്ടേഷൻ ബിസിനസ് എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ബിസിനസ് സൈക്കിൾസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബിസിനസ് സൈക്കിൾസ് അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾസിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ മീനിങ്, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾസിൻ്റെ ഫീച്ചേഴ്സ്, കോസസ്, റെലവൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടെയാണ്. ഏകദേശം 8 മുതൽ 10 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട് സാധാരണ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ബിസിനസ് സൈക്കിൾസ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു ഇക്കോണമിയുടെയും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഇക്കണോമിക് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എല്ലാ ഇക്കോണമീസ് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും നിരന്തരം ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ്? ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. അതായത് ഒരു രാജ്യത്തെ GDP, അതുപോലെ എംപ്ലോയ്മെൻറ്റ്, ഇൻകം തുടങ്ങിയിട്ടുള്ള ഇക്കണോമിക് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എപ്പോഴും GDPയും എംപ്ലോയ്മെൻറ്റും ഇൻകം ഒക്കെ ഒരുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കുമോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അതെപ്പോഴും ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കാം, ചിലപ്പോൾ വളരെ കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്കോണമി എക്സ്പീരിയൻസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസിലെ റിതമിക് ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾസ് അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബിസിനസ് സൈക്കിൾസ് എന്ന് മനസ്സിലായല്ലോ? The rhythmic fluctuations in the aggregate economic activity that an economy experiences over a period of time. ശരിക്കും പറയുകയാണെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങളാണ് നമ്മൾ ബിസിനസ് സൈക്കിൾസ് അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഈ റിതമിക് ഫ്ലക്ച്വേഷൻസ്, അതായത് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് 2 രീതിയിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ പീരീഡ് ഓഫ് ഗുഡ് ട്രേഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി. അല്ലെങ്കിൽ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പീരീഡ് ഓഫ് ഇക്കണോമിക് ഡൗൺ ടേൺ. ഇങ്ങനെ 2 രീതിയിലാണ് ഈ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുക. സോ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ക്യാൻ ബി ഓഫ് 2 ടൈപ്പ്. ഒന്നെങ്കിൽ പീരീഡ് ഓഫ് ഗുഡ് ട്രേഡ് ഓർ പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ് ഓർ പീരീഡ് ഓഫ് ഇക്കണോമിക് ഡൗൺ ടേൺ. പീരീഡ് ഓഫ് ഗുഡ് ട്രേഡ് ആണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ആ സമയത്ത് പ്രൈസ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും, എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള ടൈമായിരിക്കും, അതുപോലെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി പീരീഡ് ഓഫ് ബാഡ് ട്രേഡ് ആണെങ്കിൽ അവിടെ പ്രൈസ് വളരെയധികം കുറവായിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് വളരെയധികം കൂടുതലുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ട്രേഡ് സൈക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് പീരീഡ്സ് ഓഫ് ഗുഡ് ട്രേഡ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി, ദെൻ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ്, പീരീഡ് ഓഫ് ഇക്കണോമിക് ഡൗൺ ടേൺ എന്ന് നമ്മളതിനെ വിളിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ് റൈസിങ് പ്രൈസസ്, ലോ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ്. പീരീഡ് ഓഫ് ബാഡ് ട്രേഡ് ആണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഫാളിംഗ് പ്രൈസസ് ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ്. ഇനി നമുക്ക് ബിസിനസ് സൈക്കിൾസിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, 1920s UK GDP പ്രൊഡക്ഷൻ ലെവൽസ്, അതുപോലെ അവിടെയുള്ള ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചു. ഇതിനുള്ള കാരണം അവർ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തതും അതുപോലെ അസംബ്ലി ലൈൻ തുടങ്ങിയ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂസ് ഒക്കെ ഒരുപാട് കൂടി. ഇത് UK ഇക്കോണമീനെ ഒരു ബൂമിലേക്ക് നയിക്കാനിടയായ ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ ചൈനയിലെ റീസെൻ്റ് ആയിട്ടുള്ള എക്കണോമിക് സ്ലോ ഡൗൺ, അത് ഒരു റെസഷണറി ഫേസിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ ബൂം, എന്താണ് റെസഷൻ, ഇതൊക്കെ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ്. ബിസിനസ് സൈക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ് ഇതൊക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ്.
അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് COVID-19 പാൻഡമിക് ഗ്ലോബൽ ഇക്കോണമീനെ അഫക്റ്റ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നു. എല്ലാ സെക്ടേഴ്സിനെയും ഈ COVID-19 അഡ്വേഴ്സിൽ എഫക്റ്റ് ചെയ്തു. GDP-യിലൊക്കെ ഷാർപ്പ് ഡിക്ലൈൻ സംഭവിച്ചു. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇൻകം ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബിസിനസ് സൈക്കിൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഈ അസംബ്ലി ലൈൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗുഡ്സൊക്കെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് അസംബ്ലി ലൈൻ. ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ സെവറൽ സ്റ്റെപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അത് പ്രീ ഡിഫൈൻഡ് സീക്വൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. ഇതാണ് ഈ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കുന്ന ബിസിനസ് സൈക്കിൾസിൻ്റെ എക്സാമ്പിൾസ്. ഇവിടെ ബിസിനസ് സൈക്കിൾസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് സൈക്കിൾസ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.